നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നവരാത്രി ആരംഭവും നവരാത്രിയുടെ ആചരണ രീതികളും നവരാത്രി പൊതുവായിട്ട് ജപിക്കേണ്ട മന്ത്രവും നവരാത്രിയുടെ ഓരോ ദിനത്തിലും പ്രത്യേകമായിട്ട് ആചരിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ചേർത്തുകൊണ്ടുള്ള വീഡിയോകളാണ് ഞാൻ വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആദ്യ വീഡിയോ എന്ന നിലയിലാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത്. നവരാത്രിയുടെ കേരളത്തിലെ ആചരണ രീതിയുടെ ഏകദേശ രൂപം, അതായത് നവരാത്രി വ്രതം ആചരിക്കേണ്ട രീതിയാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. നവമി തിഥി പര്യന്തം തപപൂജ ജപാധികം ഏകാഹാരം വ്രതാകുര്യാത് നിത്യാദി നിയമൈർയുധ. ഇത് നവരാത്രിയുടെ വ്രതം എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ശ്ലോകമാണ്. നവരാത്രി കേരളത്തിന് വെളിയിലും ഒക്കെ പല പല രീതികളിൽ ആചരിക്കുന്നുണ്ട്. കേരളത്തിൽ നാം സരസ്വതി പൂജയായിട്ടും മറ്റുമാണ് പ്രധാനമായിട്ട് ആചരിക്കുന്നത്. എന്നാൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ദുർഗാപൂജയായിട്ടും കുമാരി പൂജയായിട്ടും ഒക്കെ ആചരിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. നമുക്ക് കേരളീയമായിട്ടുള്ള ആചാര രീതി എങ്ങനെയാണെന്നും ആ ആചാര രീതി അനുസരിച്ച് ചൊല്ലേണ്ടതായിട്ടുള്ള മന്ത്രത്തെയും ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കാം. വരും ദിവസങ്ങളിൽ ഓരോ ദിവസവും പ്രത്യേകമായിട്ട് ഓരോ ദേവിയുടെ സങ്കല്പത്തിൽ പൂജിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും മന്ത്രങ്ങളും പരിചയപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ കന്നിമാസത്തിലെ പ്രഥമ തിഥി മുതൽ 9 ദിവസങ്ങളായിട്ട് നവരാത്രി ആയിട്ടാണ് ആചരിക്കുന്നത്. നവരാത്രിക്ക് സാധാരണയായിട്ട് അമാവാസി മുതൽ, അതായത് തലേ ദിവസം മുതൽ, പ്രഥമയുടെ തലേ ദിവസം മുതൽ വ്രതം ആചരിച്ചു തുടങ്ങാറുണ്ട്. വ്രത ദിവസങ്ങളിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ശുദ്ധമായിട്ട് ക്ഷേത്ര ദർശനം നടത്തി വ്രതം ആരംഭിക്കുക എന്നുള്ളതാണ് ആചരണ രീതി. ശുഭ്രവസ്ത്രങ്ങളൊക്കെ ധരിച്ച് ദേവി ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് പതിവ്. അതിനുശേഷം ദേവിയുടെ കീർത്തനങ്ങളും മറ്റും ആലപിച്ചതിന് ശേഷമാണ് ജലപാനം പോലും കഴിക്കാറുള്ളത്. കഠിനമായിട്ടുള്ള നിഷ്ഠകളോടുകൂടി ഉപാസിക്കുന്നവരുമുണ്ട്, ലഘുവായിട്ടുള്ള നിഷ്ഠകളോടുകൂടി ഉപാസിക്കുന്നവരുമുണ്ട്. എന്നാൽ എല്ലാ വിദ്യാർത്ഥികളും തീർച്ചയായിട്ടും സരസ്വതി ഉപാസനയ്ക്ക് നവരാത്രി ദിവസങ്ങൾ തിരഞ്ഞെടുത്താൽ അത് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. നമുക്ക് കഠിനമായിട്ടുള്ള നിഷ്ഠയോടുകൂടി എങ്ങനെ ആചരിക്കണം എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഒന്ന് ഏകദേശം നോക്കാം. ഏകാഹാരം വ്രതാത് കുര്യാത് എന്ന് പറയുന്നതിലൂടെ ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് ആചരിക്കുന്ന രീതിയുമുണ്ട്. എന്നാൽ ഒരു ദിവസം ഒരു നേരം അരിയാഹാരം കഴിച്ച് മറ്റുള്ള സമയങ്ങളിൽ പഴവർഗാദികളോ അല്ലെങ്കിൽ മറ്റ് ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങളോ ഒക്കെ കഴിച്ചുകൊണ്ടും വ്രതം ആചരിക്കുന്നവരുണ്ട്. മത്സ്യമാംസാദികള് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ദിവസങ്ങളാണിത്. ലഹരി വസ്തുക്കൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് വാക്കും പ്രവൃത്തികളും ഒക്കെ ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ദിവസങ്ങളാണിത്. അതായത് ശരീരവും മനസ്സും വാക്കും പ്രവൃത്തിയും എല്ലാം വളരെയേറെ ശുദ്ധമായിരിക്കണം. നിർബന്ധമായിട്ടും ബ്രഹ്മചര്യം പാലിക്കുക എന്നുള്ളതാണ് വ്രതത്തിന്റെ മറ്റൊരു ഭാഗം. എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുമെങ്കിൽ ക്ഷേത്ര ദർശനം നിർബന്ധമായിട്ടും നടത്തുക. എല്ലാ കർമ്മങ്ങളും ദേവീ സ്മരണയോടുകൂടി ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അത് ചെയ്യുക. 9 ദിവസങ്ങളിലായിട്ട് 9 ദേവിയുടെ ഭാഗങ്ങളായിട്ടാണ് സാധാരണയായിട്ട് ആചരിക്കുന്നത്. 3 ദിവസം വീതം ആചരിക്കുന്ന ക്രമവും ചിലയിടങ്ങളിലൊക്കെ ഉണ്ട്. അതായത് ആദ്യത്തെ 3 ദിവസം പാർവതി ദേവിയെയും, രണ്ടാമത്തെ 3 ദിവസം ലക്ഷ്മി ഭഗവതിയെയും, അവസാനത്തെ 3 ദിവസം സരസ്വതി ദേവിയെയും ഉപാസിക്കുന്ന രീതിയും നിലവിലുണ്ട്. കേരളത്തിൽ ഒടുവിലത്തെ 3 ദിവസങ്ങളിലായിട്ട് സരസ്വതി ദേവിയെ ഉപാസിക്കുന്ന രീതിയിൽ 9 ദിവസവും സരസ്വതി ദേവി ഉപാസനയായിട്ടും കരുതപ്പെടുന്നുണ്ട്. എന്നാൽ പ്രധാനമായിട്ട് അവസാനത്തെ 3 ദിവസങ്ങളിൽ പൂജവെപ്പും മറ്റുമായിട്ട് സരസ്വതി ദേവിയാണ് ഉപാസിക്കുന്നത്. അതായത് അഷ്ടമി, നവമി, ദശമി എന്നീ ദിവസങ്ങളിലാണ് കേരളത്തിലെ പ്രധാനമായിട്ടുള്ള ആചരണ രീതി. അത് സരസ്വതി ദേവിയെ ഉപാസിച്ചുകൊണ്ടുള്ളതാണ്. സാധാരണയായിട്ട് അഷ്ടമി ദിവസമാണ് പൂജ വയ്ക്കുന്നത്. പൂജ വെച്ചതിന് ശേഷം അധ്യയനം നിഷിദ്ധമായിട്ടാണ് പറയപ്പെടുന്നത്. നവമി ദിവസം പൂർണ്ണമായിട്ടും അധ്യയനം ഒഴിവാക്കിക്കൊണ്ട് വിജയദശമിക്ക് പൂജ എടുക്കുകയും അതിനുശേഷം അധ്യയനം തുടരുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണ് കേരളത്തിൽ നിലവിലുള്ളത്. ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് കുട്ടികളും മുതിർന്നവരും ഒക്കെ സരസ്വതി മന്ത്രങ്ങൾ നിത്യം ജപിക്കുക. കൂടാതെ ലളിതാ സഹസ്രനാമം, ദേവി മഹാത്മ്യം, ലളിതാ ത്രിശതി സ്തോത്രം, സൗന്ദര്യ ലഹരി തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യുന്നത് വളരെ നല്ല ഫലത്തെ നൽകുന്നതാണ്.
സർവവിധ അഭീഷ്ടങ്ങളും ദേവിയുടെ അനുഗ്രഹത്താൽ സാധിക്കുമെന്നാണ് വിശ്വാസം. ദുർഗാ ഭഗവതിയുടെ ശ്ലോകം മന്ത്രത്തെ എല്ലാ ദിവസവും കൃത്യമായിട്ട് ആ മന്ത്രത്തെ ജപിച്ചാൽ വളരെ നല്ല ഫലം തരും എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ തന്നെ മുൻപൊരു വീഡിയോയിൽ ദുർഗാ ഭഗവതിയുടെ മന്ത്രത്തെ പരിചയപ്പെടുത്തിയിരുന്നു. ഇന്ന് ഒരിക്കൽ കൂടി ആ മന്ത്രത്തെ പരിചയപ്പെടുത്തുകയാണ്. ഈ മന്ത്രം എല്ലാ ദിവസവും നവരാത്രി ദിവസങ്ങളിൽ പൊതുവായിട്ട് ദിവസവും ജപിക്കാവുന്ന മന്ത്രമാണ്. ഓം ദുർഗാം ധ്യായത് ദുർഗതി പ്രശമനീം ദുർവാദള ശ്യാമളാം ചന്ദ്രാർദ്ദോജ്വല ശേഖരാം ത്രിദയനാം മാവീതവാസോസം ചക്രം ശംഖധനുശ്ചതീം കോദണ്ഡബാണാം സ്യൂർ മുദ്രേ വാ അഭയകാമതേ സകടി ബദ്ധാഭീഷ്ടതാം വാനയോ. ആയുസ്, വിദ്യാഗുണം, ദാരിദ്ര്യം, ആഗ്രഹ സാഫല്യം, ശത്രുദോഷ നിവാരണം, ധനലാഭം, കുടുംബ ഐശ്വര്യം തുടങ്ങിയവയാണ് ഈ നവരാത്രി കാലത്ത് ദുർഗാ ഭഗവതിയെ ഉപാസിച്ചാലുള്ള ഗുണഫലങ്ങൾ. അതായത് നവരാത്രി പൂജയുടെ പ്രാധാന്യമാണ് പറഞ്ഞത്. ഇത് പൊതുവായിട്ട് ജപിക്കേണ്ട മന്ത്രമാണ്. എന്നാൽ ദേവിയെ ഓരോ ദിവസവും പ്രത്യേക ദേവീ രൂപങ്ങളായിട്ട് സങ്കല്പിച്ചുകൊണ്ട്, നവദുർഗകളായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഓരോ ദിവസവും അതാത് രൂപത്തിലുള്ള ദേവിയുടെ പ്രത്യേക പൂജകൾ ചെയ്യുന്നതും ആ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഒക്കെ പതിവുണ്ട്. നമുക്ക് വരുന്ന ഓരോരോ വീഡിയോകളിലായിട്ട് ആ ദേവിയുടെ രൂപത്തെയും അതാത് ദിവസങ്ങളിൽ ജപിക്കേണ്ട മന്ത്രത്തെയും പ്രത്യേകമായിട്ട് പരിചയപ്പെടാം. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രകണ്ഠേതി, കൂഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാതേതി, ഷഷ്ടം കാർത്യായനീതി ച, സപ്തമം കാളരാത്രീതി, മഹാഗൗരീതി ചാഷ്ടമം, നവമ സിദ്ധിതാ പ്രോക്ത, നവദുർഗാഹ പ്രകീർത്തിത. ഇപ്രകാരമാണ് ഓരോ ദിവസത്തെയും നവദുർഗകളെ പറ്റി പ്രതിപാദിക്കുന്ന ശ്ലോകം. നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ ഓരോരോ വീഡിയോകളിലായിട്ട് ഓരോ ദിവസവും ജപിക്കേണ്ട ഓരോ നവദുർഗകളിൽപ്പെട്ട ദേവതയുടെ പ്രത്യേകതകളും പേരും അതാത് ദേവതകളുടെ ജപരീതിയും ജപിക്കേണ്ട മന്ത്രവും ഒക്കെ പരിചയപ്പെടാം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് നവരാത്രി കാലത്ത് നാം എന്തൊക്കെ ചെയ്യണം, പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങള്, നവരാത്രി കാലത്ത് ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്നീ വിഷയങ്ങളാണ് ലഘുവായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത്. നവരാത്രി എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം 9 രാത്രികൾ എന്നാണ്. ദുർഗാദേവിയെ 9 ഭാവത്തിൽ കണ്ടുകൊണ്ട് 9 രാത്രികളിൽ പ്രത്യേകമായിട്ട് പൂജിക്കുന്ന സംവിധാനമാണ് ഭാരതമൊട്ടാകെ പൊതുവായിട്ട് നിലനിൽക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ചില ആരാധനാ രീതികളിൽ പ്രത്യേകത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പൊതുവായിട്ട് നവരാത്രി ആചരണത്തിൽ നാം പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങള്, ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങള് എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നവരാത്രി കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ പ്രധാനമായിട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. നവരാത്രി കാലത്ത് കഴിയുന്നതും സൂര്യോദയത്തിന് മുൻപായിട്ട് തന്നെ ഉണർന്നെഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമാകാനായിട്ട് ശ്രമിക്കുക. ക്ഷേത്ര ദർശനവും മന്ത്രജപവും കാലത്ത് തന്നെ നിർവഹിക്കുക. നമ്മുടെ ശരീരവും ഗ്രഹവും ഒക്കെ ക്ഷേത്രമാണ് എന്നുള്ള സങ്കല്പത്തിൽ ശരീരത്തെ ശുദ്ധവൃത്തിയോടുകൂടി പാലിക്കുന്നതും ക്ഷേത്ര ദർശനത്തിന് തുല്യമാണ് എന്നാണ് പറയപ്പെടുന്നത്. മത്സ്യമാംസാദികൾ ഒഴിവാക്കിക്കൊണ്ട് കുളിച്ച് ശുദ്ധമായി ശുഭവസ്ത്രങ്ങൾ അണിഞ്ഞ് നവരാത്രി വ്രതത്തെ നോക്കേണ്ടതാണ്. നവരാത്രി കാലത്ത് പഴങ്ങളും പച്ചക്കറികളും ചേർന്ന ഭക്ഷണത്തെ മിതമായ തോതിൽ കഴിക്കുക എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എല്ലാ ദിവസവും കാലത്തും വൈകിട്ടും ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുക. അതിന് സാധിക്കാത്തവർ ഗ്രഹത്തിൽ തന്നെ വീട്ടിൽ കാലത്തും വൈകിട്ടും വിളക്ക് കൊളുത്തി പ്രാർത്ഥന മന്ത്രങ്ങളൊക്കെ ജപിക്കുക. നവരാത്രി കാലത്ത് ദേവിക്ക് പൂക്കൾ സമർപ്പിക്കുക. പുസ്തകങ്ങളും മറ്റും നവരാത്രി കാലത്ത് ദേവിയുടെ മുമ്പിൽ വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹത്തിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന്റെ മുമ്പിൽ വെച്ച് പാരായണം ചെയ്യുക, ദേവിക്ക് സമർപ്പിക്കുക എന്നീ കാര്യങ്ങളൊക്കെയാണ് നാം ചെയ്യേണ്ടത്. ഇനി നമുക്ക് നവരാത്രി കാലത്ത് പ്രധാനമായിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങളെ കൂടി ഒന്ന് പരിശോധിക്കാം. മുഷിഞ്ഞതും കീറിയതും പഴകിയതുമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക എന്നാണ് നവരാത്രി കാലത്തെ പ്രധാനമായിട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ കറുപ്പ് വസ്ത്രങ്ങൾ നവരാത്രി കാലത്ത് ധരിക്കാതിരിക്കുക. നവരാത്രി വ്രതം ഉള്ള സമയത്ത് നഖം വെട്ടുക, മുടി വെട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വീട് എപ്പോഴും വൃത്തിയായിരിക്കുക എന്ന് പറയുന്നുണ്ട്. 2 നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. വീടിനകത്ത് ചെരുപ്പ് ഒരു കാരണവശാലും നവരാത്രി കാലത്ത് ധരിക്കാൻ പാടില്ല. നവരാത്രി ദിവസവും വിജയദശമി ദിവസവും മത്സ്യമാംസാദികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. തലേ ദിവസത്തെ അമാവാസി മുതൽ തുടങ്ങി
11 ദിവസം മത്സ്യമാംസാദികളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് വേണം വ്രതം നോൽക്കാനായിട്ട്. നവമിയുടെ ദിവസം വിദ്യാർത്ഥികൾ പുസ്തക പഠനം ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മളുടെ കേരളീയമായിട്ടുള്ള മതം. എന്നാൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള വിരുദ്ധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അതായത് ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി അവരവരുടെ പ്രവർത്തികൾ ചെയ്ത് നല്ല മന്ത്രങ്ങളെയും നല്ല വസ്ത്രങ്ങളെയും ധരിച്ച് നല്ല മന്ത്രങ്ങൾ ജപിച്ച് ശുദ്ധ ഹൃദയത്തോടുകൂടി ദേവിയെ ഉപാസിക്കുക എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. ഒന്നാം ദിവസത്തിൽ നവരാത്രി വ്രതം എപ്രകാരം ആചരിക്കണം, മന്ത്രം ഏതാണ് ചൊല്ലേണ്ടത് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പ്രകാരം പ്രഥമം ശൈലപുത്രീതി എന്നാണ് ആ മന്ത്ര ശ്ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ വരി. അതായത് ശൈലപുത്രിയായിട്ടാണ് ദുർഗാദേവിയെ അന്ന് ആരാധിക്കുന്നത് എന്നർത്ഥം. പ്രഥമ തിഥിയിൽ ശൈലപുത്രിയായിട്ട് ആരാധിക്കുന്നു. അതായത് ദുർഗാ ഭഗവതിയെ ബാലസ്വരൂപിണി ഭാവത്തില് ശൈലപുത്രിയായിട്ട് ദേവി പാർവതിയെ സങ്കല്പിച്ചുകൊണ്ട് ആരാധിക്കുകയാണ് ഒന്നാം ദിവസം ചെയ്യുന്നത്. പൂർവജന്മത്തിലെ സതീദേവിയെ പോലെ തന്നെ പാർവതി ദേവിയും ഭഗവാൻ ശിവന്റെ അർദ്ധാംഗിനിയായിട്ടാണ് പറയപ്പെടുന്നത്. വൃഷഭസ്ഥിതിയായിട്ട് ത്രിശൂലവും താമരപ്പവും ധരിച്ചുകൊണ്ടാണ് ഭഗവതിയുടെ സ്ഥിതി പറയുന്നത്. ഭഗവാന്റെ വാഹനമായിട്ടുള്ള നന്ദി തന്നെയാണ് ദേവിയുടെയും വാഹനമായിട്ട് പറയപ്പെടുന്നത്. ശൈലപുത്രി ഭഗവതി രൂപത്തിന് സതി, ഭവാനി, പാർവതി, ഹൈമവതി എന്നീ 4 പേരുകൾ കൂടി പ്രത്യേകമായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. നവരാത്രി ഒന്നാം ദിവസത്തില് ഭഗവതിയെ ശൈലപുത്രിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് സാക്ഷാൽ ദുർഗാദേവി ബാലസ്വരൂപിണിയായിട്ട് നന്ദിദേവന്റെ പുറത്ത് ഉപവിഷ്ടയായിട്ട് ശൂലവും ഒരു കൈയിൽ ശൂലവും ഒരു കൈയിൽ താമരപ്പൂവും ധരിച്ചിരിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ദേവിയുടെ മന്ത്രത്തെ ജപിക്കുക. നമുക്കിനി ആ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം വന്ദേ വാഞ്ചിത ലാഭായ ചന്ദ്രാർദ്ധാകൃത ശേഖരാം വൃഷഭാരൂഢാം ശൂലധരാം ശൈലപുത്രീം യശസ്വിനീം. ഓം വന്ദേ വാഞ്ചിത ലാഭായ ചന്ദ്രാർദ്ധാകൃത ശേഖരാം വൃഷഭാരൂഢാം ശൂലധരാം ശൈലപുത്രീം യശസ്വിനീം. ഓം വന്ദേ വാഞ്ചിത ലാഭായ ചന്ദ്രാർദ്ധാകൃത ശേഖരാം വൃഷഭാരൂഢാം ശൂലധരാം ശൈലപുത്രീം യശസ്വിനീം. ഇപ്രകാരം ഈ മന്ത്രത്തെ ഒന്നാം ദിവസം നമുക്ക് സാധിക്കുന്ന അത്ര തവണകളിൽ ജപിക്കുക. 9, 10 ഒക്കെ തവണകളിൽ സാധാരണയായിട്ട് ജപിക്കാറുണ്ട്. കൂടുതൽ തവണകളിൽ ജപിക്കാൻ സാധിക്കുന്നവർക്ക് 108 തവണ വരെ ജപിക്കാവുന്നതാണ്. ഈ സ്തോത്രത്തെ ഭക്തിപൂർവം ശൈലപുത്രി സങ്കല്പത്തിൽ ദേവിയെ സങ്കല്പിച്ച് ജപിക്കുക. നമുക്ക് രണ്ടാം ദിവസം നവരാത്രി ദിനത്തിൽ ആചരിക്കേണ്ട രീതിയും ജപിക്കേണ്ട മന്ത്രവും പരിചയപ്പെടാം. ദ്വിതീയം ബ്രഹ്മചാരിണി എന്നാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആദ്യത്തെ ദിവസത്തെ വീഡിയോയിൽ തന്നെ ആ ശ്ലോകത്തെ പരിചയപ്പെടുത്തിയിരുന്നു. ബ്രഹ്മചാരിണി സങ്കല്പത്തിലാണ് ദുർഗാ ഭഗവതിയെ രണ്ടാം ദിനത്തിൽ നാം പൂജിക്കുന്നത്. നവദുർഗമാരിൽ രണ്ടാമത്തെ ദുർഗയായിട്ടാണ് ബ്രഹ്മചാരിണിയെ പറയപ്പെടുന്നത്. ബ്രഹ്മ ശബ്ദത്തിന് തപസ് എന്നും അർത്ഥം പറയുന്നുണ്ട്. ശിവഭഗവാന്റെ പത്നിയായിട്ട് തീരുവാനായിട്ട് നാരദന്റെ ഉപദേശപ്രകാരം കഠിനമായിട്ടുള്ള തപസ് പാർവതി ദേവി അനുഷ്ഠിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് പാർവതി ദേവിയെ, അതായത് സാക്ഷാൽ ദുർഗാ ഭഗവതിയെ തന്നെ പാർവതിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പാർവതി ദേവിയെ ബ്രഹ്മചാരിണി എന്ന് പറയപ്പെടാൻ തുടങ്ങിയത്. കൈകളിൽ ജപമാലയും കമണ്ഡലവും ഏന്തിക്കൊണ്ട് തപസ് ചെയ്യുന്ന രൂപത്തിലാണ് ബ്രഹ്മചാരിണി ദേവിയുടെ രൂപം. ലഘുഭക്ഷണം പോലും ത്യജിച്ചുകൊണ്ട്, അതായത് ഇലവർഗ്ഗങ്ങൾ പോലും ഭഗവതി കഴിച്ചില്ല എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഭക്ഷണം പോലും ത്യജിച്ചുകൊണ്ട് കഠിനമായിട്ടുള്ള നിഷ്ഠയോടുകൂടിയുള്ള തപസ് ചെയ്യുന്ന രൂപത്തിലാണ് ബ്രഹ്മചാരിണി ദുർഗാ ഭഗവതിയെ കാണുന്നത്. ഇലവർഗ്ഗങ്ങൾ പോലും ഭക്ഷണമായിട്ട് കഴിക്കാതെ തികച്ചും ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് തപസ് ചെയ്തുകൊണ്ട് ദേവിക്ക് അന്നപൂർണ ദേവി എന്നും പേര് വന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. നവരാത്രി രണ്ടാമത്തെ രാത്രി ബ്രഹ്മചാരിണി ഭഗവതിയുടെ ഉപാസനയ്ക്കായിട്ട് നീക്കിവെക്കേണ്ട ദിവസമാണ്. ഇനി നമുക്ക് രണ്ടാം ദിനത്തിൽ ബ്രഹ്മചാരിണി സങ്കല്പത്തിൽ ജപിക്കേണ്ട മന്ത്രത്തെ കൂടി ഒന്ന് പരിചയപ്പെടാം. ഓം ദധാന കരപത്മാഭ്യാം അക്ഷമാല കമണ്ഡലു ദേവി പ്രസാദതുമയി ബ്രഹ്മചാരുണ്യനുത്തമ. അതായത് കയ്യിൽ ജപമാലയും കമണ്ഡലവും ഒക്കെ ഏന്തി കഠിനമായിട്ടുള്ള തപസ് ചെയ്യുന്ന രൂപത്തിൽ ഭഗവതിയെ സങ്കല്പിച്ചുകൊണ്ട് രണ്ടാം ദിനത്തിൽ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സർവ്വ ഐശ്വര്യങ്ങളും സിദ്ധിക്കും എന്നാണ് വിശ്വാസം. അതുകൂടാതെ പ്രത്യേകമായിട്ട് മനഃശാന്തി ലഭിക്കും എന്നാണ് വിശ്വാസം.
ബ്രഹ്മചാരിണി രൂപത്തിലുള്ള ദുർഗാ ഭഗവതിയെ ഉപാസിച്ചുകൊണ്ട് സർവ്വ ഐശ്വര്യങ്ങളും മനഃശാന്തിയും എല്ലാവർക്കും ലഭിക്കട്ടെ. നവരാത്രി മൂന്നാം ദിവസം ദേവിയുടെ ചന്ദ്രകണ്ഠ ഭാവത്തെയാണ് നാം ആരാധിക്കുന്നത്. ദുർഗാദേവിയുടെ നവദുർഗാ ഭാവങ്ങളിലെ ഓരോരോ ഭാവങ്ങളെ ഓരോ ദിവസങ്ങളായിട്ട് ആചരിച്ചു വരികയാണ്. മൂന്നാം ദിനത്തിലെ ദേവിയുടെ ഭാവത്തെ ചന്ദ്രകണ്ഠ എന്നറിയപ്പെടുന്നു. ദേവിയുടെ തിരുനെറ്റിയിൽ അർദ്ധചന്ദ്ര രൂപത്തില് ഒരു മണി ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. ആ മണിയാണ് ദേവിയുടെ ചന്ദ്രകണ്ഠ പേരിന് ആധാരം. അർദ്ധചന്ദ്ര രൂപത്തിൽ ആ മണി ഉള്ളത് കാരണമാണ് ദേവിക്ക് ചന്ദ്രകണ്ഠ ഭാവത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ദേവിക്ക് സ്വർണ്ണവർണ്ണമായിട്ടാണ് പറയപ്പെടുന്നത്. 10 കൈകളുള്ള ദേവിയായിട്ടാണ് പറയപ്പെടുന്നത്. എല്ലാ കൈകളിലും ദിവ്യായുധങ്ങൾ ധരിച്ചാണ് ദേവി ഉപവിഷ്ടയായിരിക്കുന്നത്. ദേവി സിംഹവാഹനസ്ഥയായിട്ടാണ് കാണപ്പെടുന്നത്. ദേവിയുടെ മണിനാദം കേട്ടാൽ തന്നെ ദുഷ്ടജനങ്ങൾക്ക് മനസ്സിലാദിയും ഭയവും ഉണ്ടാകുകയും ശിഷ്ടജനങ്ങൾക്ക് സംരക്ഷണവും ശാന്തിയും ലഭിക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം. യുദ്ധസന്നദ്ധയായിട്ട് നിൽക്കുന്ന ദേവീഭാവമാണ് മൂന്നാം ദിവസത്തെ ആരാധനാ രീതിയിലുള്ള ഭാവം. ഈ ദിവസത്തിലെ ദേവിയുടെ ചന്ദ്രകണ്ഠ രൂപത്തെ ഭജിക്കുന്ന ഒരാൾക്ക് ശത്രുദോഷം ഇല്ലാതാകുകയും ശത്രുവിനുമേൽ വിജയവും കാര്യസിദ്ധിയും ഐശ്വര്യവും വന്നു ചേരുമെന്നാണ് വിശ്വാസം. ചില സ്ഥലങ്ങളിലൊക്കെ മൂന്നാം ദിവസം നവരാത്രി ഭാവത്തില് ദേവിയെ കന്യാ പൂജയ്ക്കായിട്ട് കന്യാഭാവത്തിലും ഒക്കെ ആരാധിക്കുന്നുണ്ട്. അങ്ങനെ ആരാധിക്കപ്പെടുമ്പോൾ ദേവിയുടെ പേര് കല്യാണി എന്നാണ്. നമുക്ക് ചന്ദ്രകണ്ഠ ദേവിയുടെ ശ്ലോകത്തെ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം പിണ്ടജ പ്രവരാരൂഢ ചന്ദ്രകോപാസ്ത്ര കൈര്യുത പ്രസാദം തനുതേ മഹ്യം ചന്ദ്രഖണ്ഡേതി വിശ്രുത. ഇപ്രകാരം ഈ ദേവി മന്ത്രത്തെ മൂന്നാം ദിവസം നമുക്ക് സാധിക്കുന്നത്ര തവണകളിൽ ജപിക്കുക. കല്യാണി ദേവിയായിട്ട് ആരാധിക്കുന്നവർക്ക് വേണ്ട മന്ത്രം കൂടി ഈ അവസരത്തിൽ പറയാം. ഓം കലാത്മിക കലാതീതാം കാരുണ്യ ഹൃദയാം ശിവാം കല്യാണ ജനനീ നിത്യ കല്യാണീം പൂജയാമ്യഹം. ഇപ്രകാരം ഈ മന്ത്രത്തെ കല്യാണി ആരാധനയ്ക്കായിട്ടും ഉപയോഗിക്കാം. സാധാരണയായി നവദുർഗാ ഭാവത്തിൽ ചന്ദ്രകണ്ഠ ഭാവത്തിലെ ദേവിയുടെ ആദ്യത്തെ ശ്ലോകവും ജപിക്കാം. പൊതുവായിട്ട് സാധാരണക്കാർക്ക് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമസ്തുതേ എന്ന മന്ത്രവും ജപിക്കാം. അതുകൂടാതെ സരസ്വതി മന്ത്രമായിട്ടുള്ള യാ ദേവി സർവഭൂതേഷു വിദ്യാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ എന്ന മന്ത്രവും എല്ലാവർക്കും ജപിക്കാം. ഇതിനെല്ലാം ഉപരിയായിട്ട് അല്ലെങ്കിൽ അത് ഇല്ലാതെയോ അതല്ലെങ്കിൽ ഈ മന്ത്രത്തോടൊപ്പമോ ഒക്കെ ഈ ഓരോ ദിവസവുമുള്ള ദേവീഭാവത്തിന്റെ മന്ത്രത്തെയും കൂടി ജപിക്കാവുന്നതാണ്. ഇപ്രകാരം മൂന്നാം ദിവസം ചന്ദ്രകണ്ഠ ഭാവത്തിൽ ദേവിയെ ഭജിക്കുന്ന ഏതൊരാൾക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും. ശത്രു ദോഷങ്ങളെല്ലാം ഇല്ലാതായി സർവകാര്യ വിജയവും ഐശ്വര്യവും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. നാലാം ദിവസം ദേവിയെ കൂഷ്മാണ്ഡ രൂപത്തിലാണ് നാം ആരാധിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന്റെ കാരണശക്തി തന്നെ ദേവിയാണ്. അത്തരത്തിൽ ആദിസ്വരൂപയായിട്ടാണ് നാം ഭഗവതിയെ ആരാധിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പായിട്ട് ദേവിയിൽ നിന്ന് ഉത്ഭവിച്ച ആ പ്രകാശം സർവ്വലോകങ്ങളിലും വ്യാപിക്കുകയും പിന്നീട് ആ പ്രകാശം സർവ്വചരാചരങ്ങളിലും പ്രവേശിച്ച് വിളങ്ങി എന്നാണ് പറയപ്പെടുന്നത്. ഇപ്രകാരം കൂഷ്മാണ്ഡ ദേവിക്ക് അഷ്ടഭുജങ്ങൾ ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. കമണ്ഡലു, ധനുസ്, ബാണം, പുഷ്പം, അമൃതകലശം, ചക്രം, ഗദ, ജപമാല എന്നിവ ധരിച്ചാണ് 8 കൈകളിലുമായിട്ട് ദേവിയെ കാണപ്പെടുന്നത്. അതുകൂടാതെ ദേവി സിംഹവാഹിനിയായിട്ടാണ് പറയപ്പെടുന്നത്. സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന രൂപത്തിലാണ് ദേവിയെ നാം ആരാധിക്കുന്നത്. ഇപ്രകാരമുള്ള കൂഷ്മാണ്ഡ ദേവിയെ നമുക്ക് 4-ാം ദിവസത്തെ ഉപാസനയ്ക്കായിട്ട് ആരാധിക്കാം. അങ്ങനെ കൂഷ്മാണ്ഡ ദേവിയെ ആരാധിക്കേണ്ടതായിട്ടുള്ള മന്ത്രത്തെ കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഓം സുര സമ്പൂർണ്ണ കലശം രുതിരാപ്ലുത മേവച ദധാന ഹസ്തപത്മാഭ്യാം കൂഷ്മാണ്ഡ ശുഭദാസ്തുമേ. സാധാരണയായിട്ട് നവദുർഗ സങ്കല്പത്തിലാണ് ദേവിയെ കൂഷ്മാണ്ഡ രൂപത്തിൽ സങ്കല്പിച്ച് പൂജിക്കുന്നത്. അപൂർവം ചില സങ്കല്പത്തിലൊക്കെ കന്യാപൂജയായിട്ടും നവരാത്രി കാലത്ത് ആരാധനയുണ്ട്. അത്തരത്തിൽ കന്യാപൂജയ്ക്കായിട്ട് ആരാധിക്കുമ്പോൾ ദേവിയെ രോഹിണിയായിട്ടാണ് സങ്കല്പിച്ച് ആരാധിക്കുന്നത്. 4-ാം ദിവസം ദേവിയുടെ രോഹിണി സങ്കല്പത്തിലുള്ള മന്ത്രത്തെ കൂടി നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഓം അണിമാതി ഗുണാധാര മകരാധ്യക്ഷരാത്മികാം അനന്തശക്തി ഭേദാദാം രോഹിണീം പൂജ്യാമ്യഹം.
ഇപ്രകാരം രോഹിണി ആരാധനയ്ക്കായിട്ട് ഈ മന്ത്രത്തെ കൂടി നമുക്ക് ജപിക്കാം. നവദുർഗാ സങ്കല്പത്തിൽ കൂഷ്മാണ്ഡ ദേവിയെ ആരാധിക്കുന്നവർ ആ മന്ത്രത്തെ ജപിച്ചുകൊണ്ട് 4-ാം ദിവസം ഉപാസിക്കുക. സാക്ഷാൽ ദുർഗാ ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്ക് 5-ാം ദിവസം നവരാത്രി ദിനത്തിന്റെ പ്രത്യേകതകളും 5-ാമത്തെ ദിനത്തിൽ നവദുർഗാ ഭാവത്തിൽ 5-ാമത്തെ ദുർഗയായിട്ട് ആചരിക്കുന്ന ദേവിയുടെ വിശേഷങ്ങളും മന്ത്രങ്ങളും പരിചയപ്പെടാം. ദേവിയുടെ 5-ാമത്തെ ഭാവമായിട്ട് സ്കന്ദമാത എന്ന പേരിലാണ് ദേവിയെ അറിയപ്പെടുന്നത്. 5-ാം ദിനം രാത്രിയിൽ സ്കന്ദമാതാവായിട്ടാണ് ദേവിയെ സങ്കല്പ പൂജ ചെയ്യുന്നത്. ദേവിയെ ജഗത് മാതാവ് എന്ന രൂപത്തിലാണ് സ്കന്ദമാതാവായിട്ട് കാണപ്പെടുന്നത്. ഭഗവാൻ സ്കന്ദൻ അഥവാ സുബ്രഹ്മണ്യ സ്വാമി ദേവിയുടെ മടിയിലിരിക്കുന്ന രൂപത്തിലാണ് ദേവിയെ പൂജിക്കുന്നത്. സ്കന്ദമാതാവായിട്ടുള്ള പരാശക്തിയുടെ സങ്കല്പം ചതുർഭുജത്തോടു കൂടിയാണ്. 4 കൈകളിലുള്ളതിൽ 2 കൈകളിൽ താമരപ്പൂവും താഴത്തെ ഒരു കൈ പുത്രനെ വാത്സല്യപൂർവം തഴുകുന്ന തരത്തിലും മറ്റേ കൈയിൽ വരദമുദ്ര ധരിച്ചിരിക്കുന്ന രീതിയിലുമാണ് ദേവിയുടെ രൂപം. യഥാർത്ഥത്തിൽ സ്കന്ദമാതാവിനെ പൂജിക്കുന്ന സമയത്ത് ദേവിയെ പൂജിക്കുന്നതും സുബ്രഹ്മണ്യ സ്വാമിയെ ഒരേ സമയം പൂജിക്കുന്നതുമായിട്ടാണ് വിശ്വാസം. അതായത് ഭഗവതിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും ഒരുപോലെ പൂജിച്ച് ഫലത്തെ നാം ഇരട്ടിയാക്കുന്ന വിശേഷ പൂജയാണ് 5-ാം ദിനത്തിലുള്ളത്. ഇനി നമുക്ക് 5-ാം ദിനത്തിൽ നവദുർഗാ ഭാവത്തിലെ 5-ാമത്തെ ദുർഗാഭാവത്തിന്റെ അതായത് സ്കന്ദമാതാ ഭാവത്തിന്റെ മന്ത്രത്തെ കൂടി ഒന്ന് പരിചയപ്പെടാം. സിംഹാസനഗതാ നിത്യം പത്മാശ്രിത കരദ്വയ ശുഭദാസ്തു സദാദേവി സ്കന്ദമാതാ യശസ്വിനി. ഇപ്രകാരം ഈ സ്കന്ദമാതാ മന്ത്രത്തെ സാധിക്കുന്ന തവണകളിൽ ജപിക്കുക. ഇനി നമുക്ക് ചില സ്ഥലങ്ങളിൽ ദേവിയെ കന്യാ പൂജയ്ക്കായിട്ട് ആരാധിക്കുന്ന രീതിയും ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്രകാരം ആരാധിക്കുമ്പോൾ 5-ാം ദിനത്തിൽ ദേവിയെ കാളികയായിട്ടാണ് ആരാധിക്കുന്നത്. കാളിക ആരാധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന മന്ത്രം കൂടി നമുക്ക് ഈ അവസരത്തിൽ ഒന്ന് പരിചയപ്പെടാം. കാമചാരീം ശുഭാം കാന്താം കാലചക്ര സ്വരൂപിണീം കാമദാം കരുണോദാരാം കാളികാം പൂജ്യാമ്യഹം. ഇപ്രകാരം ആരാധനയ്ക്കായിട്ട് കന്യാപൂജയ്ക്കായിട്ട് ആരാധിക്കുമ്പോൾ കാളികാ ഭഗവതിയുടെ ഈ മന്ത്രത്തെ കൂടി ജപിക്കാം. സ്കന്ദമാതാ രൂപത്തിൽ ആചരിക്കുമ്പോൾ സ്കന്ദമാതാ മന്ത്രത്തെ പ്രാർത്ഥിക്കുക. ഇപ്രകാരം സ്കന്ദമാതാ ദേവിയെ 5-ാം ദിനത്തിൽ രാത്രിയിൽ പൂജിക്കുമ്പോൾ ഒരേ സമയം ദേവിയെയും സ്കന്ദനെയും അഥവാ സുബ്രഹ്മണ്യ സ്വാമിയെയും ആരാധിക്കുന്ന ഫലം നമുക്ക് ലഭിക്കുകയാണ്. എല്ലാവർക്കും സ്കന്ദമാതാവിന്റെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ. നവരാത്രി ദിവസം 6-ാം ദിവസത്തിൽ ദേവിയുടെ ഏത് ഭാവത്തെയാണ് ഉപാസിക്കേണ്ടത്, ആ മന്ത്രം എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. നവരാത്രി 6-ാം ദിവസം ദേവിയുടെ കാർത്യായനി ഭാവത്തെയാണ് നാം ആരാധിക്കാറുള്ളത്. കാർത്യായന മഹർഷി ദേവിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ദേവി തന്റെ ഗ്രഹത്തിൽ വന്നു പിറക്കണമെന്ന് ആഗ്രഹം പറയുകയും ചെയ്തു. അത് പ്രകാരം ദേവി വരമായിട്ട് കാർത്യായന മഹർഷിക്ക് അദ്ദേഹത്തിന്റെ ഗ്രഹത്തിൽ അവതാരം ചെയ്യും എന്നുള്ള ഉറപ്പും കൊടുത്തു. അങ്ങനെ കാർത്യായന രൂപത്തിൽ അവതരിച്ച ദേവിയാണ് മഹിഷാസുരനെ വധിച്ചുകൊണ്ട് ലോകരക്ഷ ചെയ്തത് എന്നാണ് നമ്മളുടെ പുരാണങ്ങളിൽ പറയുന്നത്. കാർത്യായനി ദേവി ചതുർഭുജയായിട്ടാണ് ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്. പുഷ്പവും വാളും അഭയമുദ്രയും ധരിച്ചുകൊണ്ടാണ് ദേവിയെ കാണപ്പെടുന്നത്. ഇപ്രകാരം സിംഹവാഹിനിയായിട്ടുള്ള ദേവി ഭക്തരെ അനുഗ്രഹം ചൊരിയുന്നതായിട്ടാണ് സങ്കല്പം. ഇനി നമുക്ക് 6-ാം ദിവസം കാർത്യായനി ദേവിയുടെ ഉപാസനയ്ക്കായിട്ട് ജപിക്കേണ്ട മന്ത്രത്തെ കൂടി ഒന്ന് പരിചയപ്പെടാം. ഓം ചന്ദ്രഹാസോജ്വലകര ശാർദൂല വരവാഹന കാർത്യായനി ശുഭം ദദ്യ ദേവി ദാനവഘാതിനി. ഈ മന്ത്രത്തെ 6-ാം ദിനത്തിൽ ജപിച്ചുകൊണ്ട് ദേവിയെ സങ്കല്പിച്ച് കാർത്യായനി ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് അന്നത്തെ ദിവസത്തെ ദുർഗാപൂജ നടത്തുക. നവരാത്രി ചില സ്ഥലങ്ങളിലൊക്കെ കുമാരി പൂജ സങ്കല്പത്തിൽ ആരാധിക്കുന്ന കാര്യം ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞു. അപ്രകാരം കന്യാപൂജയ്ക്കായിട്ട് സാധാരണയായിട്ട് 6-ാം ദിവസം ചണ്ഡിക രൂപത്തിലാണ് ദേവിയെ ഭജിക്കുന്നത്. ഇനി നമുക്ക് ചണ്ഡിക ആരാധനയ്ക്കായിട്ട് ദേവിയെ ഭജിക്കുന്ന ദേവിയുടെ മന്ത്രം കൂടി ഒന്ന് പരിശോധിക്കാം. ഓം ചണ്ഡവീരാം ചണ്ഡമായാം ചണ്ഡമുണ്ട പ്രഭം ജനി പൂജയാമി സദാദേവീം ചണ്ഡിക ചണ്ഡവിക്രമാം. ഇപ്രകാരം കന്യാപൂജയ്ക്കായിട്ട് 6-ാം ദിവസം ചണ്ഡികാദേവിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പൂജിക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രത്തെയാണ് പറഞ്ഞത്. സാധാരണയായിട്ട്
നവദുർഗാ ഭാവങ്ങളിൽ ജപിക്കേണ്ട മന്ത്രത്തെ ആദ്യം പറഞ്ഞു. കാർത്യായനി ഭാവത്തിലുള്ള ആ ദേവിയുടെ മന്ത്രത്തെ 6-ാം ദിവസം ജപിക്കുക. നമുക്ക് 7-ാം ദിവസത്തിലെ ദേവിയുടെ ഭാവങ്ങളും മന്ത്രങ്ങളും പരിചയപ്പെടാം. 7-ാം ദിവസം ദേവിയെ കാളരാത്രി എന്നുള്ള ഭാവത്തിലാണ് ആരാധിക്കുന്നത്. ദേവിയുടെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഭാവങ്ങളിൽ ഒന്നായിട്ടാണ് കാളരാത്രി ഭാവത്തെ പറയുന്നത്. ദേവി ശക്തി രൂപം പൂണ്ട് ശോഭിക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ദേവിയുടെ ഈ രൂപം നമ്മളുടെ മനുഷ്യ ശരീരത്തിലേക്ക് പ്രതിഫലിക്കുമ്പോൾ നമ്മളുടെ ഭയം ഇല്ലാതാകും എന്നാണ് നമ്മളുടെ വിശ്വാസം. ദേവിയുടെ ഭയാനകമായിട്ടുള്ള രൂപം മനോദൗർബല്യം പരിഹരിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരെയും നല്ല കർമ്മോത്സുകരാക്കുവാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. ദേവിയെ കറുത്ത നിറത്തോടും പേടിപ്പെടുത്തുന്ന കണ്ണുകളോടുകൂടിയും, അതായത് ചുവന്ന കണ്ണുകളോടുകൂടിയും ചിതറിയ മുടികളോടുകൂടിയും തൃക്കണ്ണായിട്ടും ആ തൃക്കണ്ണിൽ നിന്ന് ഉയരുന്ന അഗ്നി നാളങ്ങളെയും ആരെയും ഭയപ്പെടുത്താൻ പോന്നവയാണ്. ബ്രഹ്മാണ്ടത്തെ പോലും ഭസ്മമാക്കാൻ ശേഷിയുള്ള രൂപമായിട്ടാണ് പറയപ്പെടുന്നത്. ദേവിയുടെ കാളരാത്രി ഭാവത്തിൽ കഴുതയാണ് ദേവിയുടെ വാഹനമായിട്ട് പറയപ്പെടുന്നത്. ദേവി ചതുർഭുജയാണ്. 2 കൈകളിൽ അഭയമുദ്രയും വരദമുദ്രയുമാണ് ദേവി പിടിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ വാളും ദേവി ധരിച്ചിട്ടുണ്ട്. ഇപ്രകാരമുള്ള ദേവിയുടെ കാളരാത്രി ഭാവം പ്രാർത്ഥിച്ച് പൂജിക്കുന്ന പക്ഷം എല്ലാ മനുഷ്യരുടെയും പേടി, ഭയത്തെ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. ഇനി നമുക്ക് കാളരാത്രി ഭഗവതിയുടെ മന്ത്രത്തെ കൂടി ഒന്ന് പരിചയപ്പെടാം. ഓം ഏകവേണി ജപ കർണപൂര നഗ്ന ഖരാസ്ഥിത ലംബോഷ്ടി കർണിക കർണി തൈലാഭ്യക്ത ശരീരിണി വാമപാദോല്ലസോല്ലോഹ ലതാ കണ്ടകഭൂഷണ വർദ്ധന മൂർധജ കൃഷ്ണ കാളരാത്രി ഭയങ്കരി. കന്യാപൂജ ഭാവത്തിൽ ദേവിയെ ചില സ്ഥലങ്ങളിലൊക്കെ ആരാധിക്കാറുണ്ട്. അപ്രകാരം ആരാധിക്കുന്നവർ ശാംഭവി രൂപത്തിലാണ് ഭഗവതിയെ ആരാധിക്കുന്നത്. നമുക്കിനി ശാംഭവി ദേവിയുടെ മന്ത്രം കൂടി ഒന്ന് പരിചയപ്പെടാം. ഓം സദാനന്ദകരീം ശാന്താം സർവദേവ നമസ്ക്യതാം സർവഭൂതാത്മികാം ലക്ഷ്മീം ശാംഭവീം പൂജയാമ്യഹം. ഇപ്രകാരം 7-ാം ദിവസത്തിൽ സാധാരണയായിട്ട് നവദുർഗാ ഭാവത്തിൽ, കാളരാത്രി ഭാവത്തിലും കന്യാപൂജാ ഭാവത്തിൽ ചില അപൂർവം ചില സ്ഥലങ്ങളിൽ ആരാധിക്കുന്നവർ ശാംഭവി രൂപത്തിലുമാണ് ഭജിക്കുന്ന ദേവിയെ. ഇപ്രകാരം 7-ാം ദിവസത്തിൽ ദേവിയുടെ രൂപത്തെ ഭജിക്കുന്ന ഒരാൾക്ക് ഭയമില്ലാതാകും. 8-ാം ദിവസത്തിൽ ദേവി ഏറ്റവും ശാന്തസ്വരൂപിണിയായിട്ടാണ് പറയപ്പെടുന്നത്. 8-ാം ദിവസത്തിൽ നാം ദുർഗാദേവിയുടെ മഹാഗൗരി രൂപത്തെയാണ് ആരാധിക്കുന്നത്. ദേവി ശാന്തസ്വരൂപിണിയായും ശുഭ്രവർണ്ണ സ്വരൂപിണിയായിട്ടുമുള്ള ഭഗവതി. ഭഗവാൻ പരമേശ്വരനെ ആഗ്രഹിച്ചുകൊണ്ട് തപസ് അനുഷ്ഠിക്കുകയും ആ കഠിനമായിട്ടുള്ള തപസ്സിൽ ദേവിയുടെ ശരീരം കറക്കുകയും സൗന്ദര്യം ഇല്ലാതാവുകയും ചെയ്തതായിട്ടാണ് പറയപ്പെടുന്നത്. എന്നാൽ ആ കഠിനമായിട്ടുള്ള തപസ്സിൽ ശിവഭഗവാന്റെ മനസ്സിളകുകയും ദേവിയുടെ വർണ്ണത്തെ തിരിച്ചു നൽകുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഗംഗാ സ്നാനം ചെയ്യിപ്പിച്ച് ദേവിക്ക് ശുഭ്രവർണ്ണത്തെ തിരികെ നൽകി എന്നാണ് പറയപ്പെടുന്നത്. ശുഭ്രവർണ്ണം പോലെ തന്നെ ദേവിയുടെ വസ്ത്രങ്ങളും ശുഭ്രവർണ്ണത്തോടു കൂടിയായിട്ടാണ് പറയപ്പെടുന്നത്. ദേവി കാളപ്പുറത്തിരിക്കുന്നതായിട്ടാണ് സങ്കല്പം. അതേപോലെ തന്നെ ദേവിയുടെ ആഭരണങ്ങളും എല്ലാം വെളുത്ത ആഭരണങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. കാളപ്പുറത്ത് പൂർണ്ണമായിട്ടും ശുഭ്രവർണ്ണത്തോടു കൂടിയ ദേവി ഭക്തരെ അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം. ദേവിയുടെ വാഹനമായിട്ടുള്ള കാളയ്ക്ക് പോലും പ്രത്യേകതയുണ്ട്. ശുഭ്രവർണ്ണമുള്ള കാളയായിട്ടാണ് പറയപ്പെടുന്നത്. ദേവിക്ക് 4 കൈകളാണുള്ളത്. അതിൽ 2 കൈകളിൽ അഭയമുദ്രയും വരദമുദ്രയും പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡമരുവും ശൂലവുമാണ് 2 കൈകളിൽ പിടിച്ചിരിക്കുന്നത്. ദേവിയുടെ കയ്യിലിരിക്കുന്ന ശൂലം ത്രിശൂലമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇപ്രകാരം ഉള്ള ദേവി ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നാണ് വിശ്വാസം. അതായത് ദേവിയുടെ പുണ്യ ദർശനം ഭക്തർക്കായിട്ട് നൽകുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 8-ാം ദിവസത്തിൽ മഹാഗൗരി രൂപത്തിലുള്ള ദേവിയുടെ മന്ത്രത്തെ കൂടി ഒന്ന് പരിചയപ്പെടാം. ഓം ശ്വേത വൃഷഭേ സമാരൂഢ ശ്വേതാംബരധര ശുചി മഹാഗൗരി ശുഭം ദാദ മഹാദേവ പ്രമോദത. കന്യാപൂജ ആരാധനാ സമ്പ്രദായത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ ദേവിയെ ദുർഗയായിട്ട് തന്നെ ആരാധിക്കുന്ന ഒരു രീതിയും കൂടിയുണ്ട്. അതായത് 8-ാം ദിവസം കന്യാപൂജ സമ്പ്രദായത്തിൽ ദേവിയെ ദുർഗയായിട്ട് തന്നെ ആരാധിക്കുന്നു. അപ്രകാരം ആരാധിക്കുമ്പോൾ ചൊല്ലേണ്ടതായിട്ടുള്ള ദേവിയുടെ മന്ത്രത്തെ കൂടി നമുക്ക് ഇനിയൊന്ന് പരിചയപ്പെടാം. ഓം ദുർഗമേ ദുസ്തരേ കാര്യേ ഭവ ദുഃഖ വിനാശിനി പൂജ്യാമീം സദാഭക്ത്യ ദുർഗാം ദുർഗതി നാശിനി. നവദുർഗ സങ്കല്പത്തിൽ ദേവിയെ മഹാഗൗരി സങ്കല്പത്തിലാണ് ആരാധിക്കുന്നത്. മഹാഗൗരി ഭാവത്തിലുള്ള ദേവിയുടെ മന്ത്രത്തെ
ആ ദിവസം ചൊല്ലുക. അതായത് 8-ാം ദിവസം ജപിച്ചുകൊണ്ട് ഭക്തർക്ക് ദേവിയുടെ ദർശന പുണ്യം സ്വീകരിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നവരാത്രി 9-ാം ദിവസത്തിൽ ദേവിയെ ആരാധിക്കേണ്ട വിധവും മന്ത്രങ്ങളുമാണ് പരിചയപ്പെടുത്തുന്നത്. സിദ്ധിദാത്രി എന്നാണ് 9-ാം ദിവസത്തെ ദേവിയുടെ രൂപത്തെ പറയുന്നത്. 9-ാം ദിവസം ദേവി സർവാഭീഷ്ട സിദ്ധികളോടെ എല്ലാവർക്കും ദർശനം നൽകുമെന്നാണ് പറയപ്പെടുന്നത്. അണിമ, മഹിമ, ഗരിമ, ലഖിമ, പ്രാപ്തി, പ്രാകാവ്യം, ഈശിത്വം, വശിത്വം എന്നീ അഷ്ടസിദ്ധികൾ ദേവിയുടെ സിദ്ധദാത്രി രൂപത്തെ ആരാധിക്കുക വഴി നമുക്ക് ലഭിക്കുമെന്നാണ് വിശ്വാസം. ബ്രഹ്മാവിൽ തുടങ്ങി സർവചരാചരങ്ങൾക്കും എല്ലാവിധ സിദ്ധികളും നൽകുന്നത് സിദ്ധിദാത്രി ദേവി ആണ് എന്നാണ് പറയപ്പെടുന്നത്. ദേവിക്ക് ചതുർഭുജങ്ങൾ ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. ഒരു കൈയിൽ ചക്രവും ഒരു കൈയിൽ ശംഖും ഒരു കൈയിൽ ദേവി താമരയും പിടിച്ച് സർവാഭീഷ്ട വരദായിനിയായിട്ട് വിരാജിക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ഇപ്രകാരം മഹാനവമി ദിവസത്തിൽ ദേവിയെ സിദ്ധിദാത്രി രൂപത്തിൽ ആരാധിക്കേണ്ട വിധവും മന്ത്രങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടാം. ഓം സിദ്ധഗന്ധർവ യക്ഷാദ്യൈ അസുരൈ രമരൈരവി സേവ്യമാന സദാ ഭൂയാത് സിദ്ധിദാ സിദ്ധിദായിനി. ഈ ദേവി സ്തുതിയോടുകൂടി ദേവി ഉപാസന 9-ാം ദിവസം ചെയ്യുന്ന ഒരാൾക്ക് സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കും എന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ കന്യാപൂജാ സങ്കല്പത്തിൽ ദേവിയെ ആരാധിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. അപ്രകാരം കന്യാപൂജാ സങ്കല്പത്തിൽ ദേവിയെ ആരാധിക്കുന്ന സ്ഥലങ്ങളിൽ ദേവിയെ സുഭദ്രയായിട്ടാണ് ആരാധിക്കുന്നത്. അപ്രകാരം സുഭദ്രയായിട്ട് ആരാധിക്കുമ്പോൾ ചൊല്ലേണ്ടതായിട്ടുള്ള മന്ത്രത്തെ കൂടി നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ഓം സുന്ദരീം സ്വർണവർണാഭാം സുഖ സൗഭാഗ്യദായിനി സുഭദ്രേ ജനനീ ദേവി സുഭദ്രാം പൂജ്യയാമ്യഹം. ഇപ്രകാരം മഹാനവമിയിൽ ദേവിയെ സിദ്ധിദാത്രിയായിട്ട് ഉപാസിക്കുക. ഇപ്രകാരം സുഭദ്ര രൂപത്തിൽ ദേവിയെ ഭജിക്കേണ്ടവർക്ക് ഈ മന്ത്രം ജപിക്കാം. നവരാത്രി എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം 9 രാത്രികൾ എന്നാണ്. ദുർഗാദേവിയെ 9 ഭാവത്തിൽ കണ്ടുകൊണ്ട് 9 രാത്രികളിൽ പ്രത്യേകമായിട്ട് പൂജിക്കുന്ന സംവിധാനമാണ് ഭാരതമൊട്ടാകെ പൊതുവായിട്ട് നിലനിൽക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ചില ആരാധനാ രീതികളിൽ പ്രത്യേകത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പൊതുവായിട്ട് നവരാത്രി ആചരണത്തിൽ നാം പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങള്, ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങള് എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നവരാത്രി കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ പ്രധാനമായിട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. നവരാത്രി കാലത്ത് കഴിയുന്നതും സൂര്യോദയത്തിന് മുൻപായിട്ട് തന്നെ ഉണർന്നെഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമാകാനായിട്ട് ശ്രമിക്കുക. ക്ഷേത്ര ദർശനവും മന്ത്രജപവും കാലത്ത് തന്നെ നിർവഹിക്കുക. നമ്മുടെ ശരീരവും ഗ്രഹവും ഒക്കെ ക്ഷേത്രമാണ് എന്നുള്ള സങ്കല്പത്തിൽ ശരീരത്തെ ശുദ്ധവൃത്തിയോടുകൂടി പാലിക്കുന്നതും ക്ഷേത്ര ദർശനത്തിന് തുല്യമാണ് എന്നാണ് പറയപ്പെടുന്നത്. മത്സ്യമാംസാദികൾ ഒഴിവാക്കിക്കൊണ്ട് കുളിച്ച് ശുദ്ധമായി ശുഭവസ്ത്രങ്ങൾ അണിഞ്ഞ് നവരാത്രി വ്രതത്തെ നോക്കേണ്ടതാണ്. നവരാത്രി കാലത്ത് പഴങ്ങളും പച്ചക്കറികളും ചേർന്ന ഭക്ഷണത്തെ മിതമായ തോതിൽ കഴിക്കുക എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എല്ലാ ദിവസവും കാലത്തും വൈകിട്ടും ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുക. അതിന് സാധിക്കാത്തവർ ഗ്രഹത്തിൽ തന്നെ വീട്ടിൽ കാലത്തും വൈകിട്ടും വിളക്ക് കൊളുത്തി പ്രാർത്ഥന മന്ത്രങ്ങളൊക്കെ ജപിക്കുക. നവരാത്രി കാലത്ത് ദേവിക്ക് പൂക്കൾ സമർപ്പിക്കുക. പുസ്തകങ്ങളും മറ്റും നവരാത്രി കാലത്ത് ദേവിയുടെ മുമ്പിൽ വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹത്തിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന്റെ മുമ്പിൽ വെച്ച് പാരായണം ചെയ്യുക, ദേവിക്ക് സമർപ്പിക്കുക എന്നീ കാര്യങ്ങളൊക്കെയാണ് നാം ചെയ്യേണ്ടത്. ഇനി നമുക്ക് നവരാത്രി കാലത്ത് പ്രധാനമായിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങളെ കൂടി ഒന്ന് പരിശോധിക്കാം. മുഷിഞ്ഞതും കീറിയതും പഴകിയതുമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക എന്നാണ് നവരാത്രി കാലത്തെ പ്രധാനമായിട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ കറുപ്പ് വസ്ത്രങ്ങൾ നവരാത്രി കാലത്ത് ധരിക്കാതിരിക്കുക. നവരാത്രി വ്രതം ഉള്ള സമയത്ത് നഖം വെട്ടുക, മുടി വെട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വീട് എപ്പോഴും വൃത്തിയായിരിക്കുക എന്ന് പറയുന്നുണ്ട്. 2 നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. വീടിനകത്ത് ചെരുപ്പ് ഒരു കാരണവശാലും നവരാത്രി കാലത്ത് ധരിക്കാൻ പാടില്ല. നവരാത്രി ദിവസവും വിജയദശമി ദിവസവും മത്സ്യമാംസാദികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. തലേ ദിവസത്തെ അമാവാസി മുതൽ തുടങ്ങി 11 ദിവസം മത്സ്യമാംസാദികളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് വേണം വ്രതം നോൽക്കാനായിട്ട്. നവമിയുടെ ദിവസം വിദ്യാർത്ഥികൾ പുസ്തക പഠനം ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മളുടെ കേരളീയമായിട്ടുള്ള മതം. എന്നാൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള വിരുദ്ധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അതായത് ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി അവരവരുടെ പ്രവർത്തികൾ ചെയ്ത്
നല്ല മന്ത്രങ്ങളെയും നല്ല വസ്ത്രങ്ങളെയും ധരിച്ച് നല്ല മന്ത്രങ്ങൾ ജപിച്ച് ശുദ്ധ ഹൃദയത്തോടുകൂടി ദേവിയെ ഉപാസിക്കുക എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. നമുക്ക് കന്യകാ പൂജ സമ്പ്രദായത്തിൽ നവരാത്രി എപ്രകാരം ആചരിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം. നവരാത്രി കാലത്ത് കന്യകാ പൂജ സമ്പ്രദായത്തിൽ ദേവിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് കന്യകമാരെ പൂജിക്കുന്ന ആചാരത്തിന് 12 ഇരട്ടി ഫലം ലഭിക്കുമെന്നാണ് നമ്മളുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്. 9 വയസ്സിനോടടുത്തുള്ള പെൺകുട്ടികളെ കന്യകമാരായിട്ട് ആടയാഭരണങ്ങളോടുകൂടി അണിയിച്ചൊരുക്കി ദേവിയായിട്ട് സങ്കല്പിച്ചിരുത്തിക്കൊണ്ട് പൂജ ചെയ്യുന്നതിനെയാണ് കന്യകാ പൂജ ആചരണം എന്ന് പറയുന്നത്. നവരാത്രി കാലത്തെ ഓരോ ദിവസവും 9 ദിവസങ്ങളിലും 9 ഭാവങ്ങളിലുള്ള ദേവിമാരെ സങ്കല്പിച്ചുകൊണ്ട് അതാത് ദേവിയായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോ കന്യകുമാരെ തെരഞ്ഞെടുത്തുകൊണ്ട് പൂജ ചെയ്യുന്നത്. ഓരോ ദിവസവും അപ്രകാരം സങ്കല്പിച്ച് പൂജ ചെയ്യേണ്ട ദേവിയുടെ മന്ത്രങ്ങളും മറ്റും ഞാൻ ഓരോ ദിവസത്തെ വീഡിയോയിൽ പ്രത്യേകമായിട്ട് ചെയ്തിരുന്നു. ഇപ്രകാരം പൂജയിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ദേവിയായിട്ട് ഒരുക്കപ്പെടുന്ന പെൺകുട്ടിക്ക് നല്ല വിവാഹബന്ധം ലഭിക്കുമെന്നും മുൻജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാകുമെന്നും സ്ത്രീശാപവും കന്യാശാപവും ഒക്കെ മുൻജന്മങ്ങളിലോ ഈ ജന്മങ്ങളിലോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് അത്തരത്തിലുള്ള ദോഷങ്ങളും ഒക്കെ ഇല്ലാതാകുമെന്നുമാണ് വിശ്വാസം. ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ആധാരമായിട്ടുള്ള ദേവിയെ പൂജിക്കുക വഴി സർവ്വചരാചരങ്ങളുടെയും നിലനിൽപ്പും സംരക്ഷണവുമാണ് പൂജയിലൂടെ ഉദ്ദേശിക്കുന്നത്. ദേവി ചൈതന്യം ആവാഹിച്ച് അമ്മയായി സങ്കല്പിച്ചുകൊണ്ട് കന്യകുമാരെ വിവിധ ഭാവങ്ങളിൽ പൂജിക്കുകയാണ്. ഇനി നമുക്ക് 9 രാത്രികളിലും ദേവിയുടെ ഏതേത് ഭാവങ്ങളെയാണ് പൂജിക്കുന്നത് എന്നുകൂടി പറയാം. മന്ത്രങ്ങൾ നേരത്തെ തന്നെ ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. 1-ാമത്തെ ദിവസം കുമാരി ദേവിയായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് പെൺകുട്ടികളെ ഒരുക്കിക്കൊണ്ട് പൂജയിൽ പങ്കെടുപ്പിക്കുന്നത്. 1-ാം ദിവസത്തെ കുമാരി പൂജയിൽ പങ്കെടുക്കുന്ന പെൺകുട്ടിക്കും വീട്ടുകാർക്കും ആ പൂജകളിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്കുമൊക്കെ ദാരിദ്ര്യം ഇല്ലാതാകും, ദാരിദ്ര്യം അകലും എന്നാണ് വിശ്വാസം. 1-ാം ദിവസത്തിൽ 2 വയസ്സിനോട് അടുപ്പിച്ച് പ്രായമുള്ള പെൺകുട്ടിയെയാണ് സാധാരണയായിട്ട് ഒരുക്കുന്നത്. 2-ാം ദിവസത്തിൽ 3 വയസ്സുള്ള പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി ത്രിമൂർത്തി ഭാവത്തിൽ അണിയിച്ചൊരുക്കി ദേവിയായിട്ട് സങ്കല്പിച്ചാണ് കുമാരി പൂജ നടത്തുന്നത്. 2-ാം ദിവസം ഇപ്രകാരം പൂജകളിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്കെല്ലാം ധനലാഭം ഉണ്ടാകും എന്നാണ് വിശ്വാസം. 3-ാം ദിവസത്തിൽ 4 വയസ്സുള്ള പെൺകുട്ടിയെ അണിയിച്ചൊരുക്കിക്കൊണ്ട് കല്യാണി ദേവി എന്നുള്ള സങ്കല്പത്തിലാണ് പൂജ ചെയ്യുന്നത്. ഇപ്രകാരം കല്യാണി ദേവിയെ ആരാധിക്കുക വഴി വിദ്യാലാഭവും സർവകാര്യ ജയവും ഒക്കെയാണ് ഫലമായിട്ട് പറഞ്ഞിട്ടുള്ളത്. 4-ാം ദിവസത്തിൽ രോഹിണി ദേവിയായിട്ടാണ് ദേവിയെ കണ്ടുകൊണ്ട് പൂജിക്കുന്നത്. 5 വയസ്സുള്ള പെൺകുട്ടികളെയാണ് ഇതിനായിട്ട് തെരഞ്ഞെടുത്ത് ദേവിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പൂജ ചെയ്യുന്നത്. ഇപ്രകാരം പൂജയിൽ പങ്കെടുക്കുന്നവർക്കും പൂജ ചെയ്യപ്പെടുന്ന പെൺകുട്ടിക്കും കുടുംബത്തിനും ഒക്കെ രോഗശാന്തി കൈവരുമെന്നാണ് വിശ്വാസം. 5-ാം ദിവസത്തിൽ പെൺകുട്ടികളെ കാളികാ ദേവിയായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് പൂജ ചെയ്യുന്നത്. 6 വയസ്സുള്ള പെൺകുട്ടികളാണ് ഇതിനായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇപ്രകാരം പൂജിക്കുക വഴി ശത്രുദോഷങ്ങളെല്ലാം ഇല്ലാതാകുമെന്നാണ് നമ്മുടെ വിശ്വാസം. 6-ാം ദിവസത്തിൽ 7 വയസ്സുള്ള പെൺകുട്ടികളാണ് ഇതിനായിട്ട് പൂജയ്ക്കായിട്ട് ഒരുക്കിയിരുത്തുന്നത്. 6-ാം ദിവസത്തിൽ ചണ്ഡികാ ദേവിയായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് പൂജ നടത്തുന്നത്. ഇപ്രകാരം പൂജ നടത്തുക വഴി ഐശ്വര്യലബ്ധി കൈവരിക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. 7-ാം ദിവസത്തിൽ ദേവിയെ ശാംഭവി ദേവിയായിട്ട് കണ്ടുകൊണ്ടാണ് ആചരിക്കുന്നത്. 7-ാം ദിവസം 8 വയസ്സുള്ള പെൺകുട്ടികളെ തെരഞ്ഞെടുത്തുകൊണ്ട് ശാംഭവി ദേവിയായിട്ട് സങ്കല്പിച്ച് പൂജ ചെയ്യുന്നു. ഇപ്രകാരം 7-ാം ദിവസത്തെ ആരാധന വഴി ദാരിദ്ര്യ ദുഃഖത്തിന് ശമനമുണ്ടാകുമെന്നാണ് വിശ്വാസം. 8-ാം ദിവസത്തിൽ 9 വയസ്സുള്ള പെൺകുട്ടിയെ തെരഞ്ഞെടുത്തുകൊണ്ട് ദുർഗാദേവിയായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് പൂജ ചെയ്യുന്നത്. 8-ാം ദിവസത്തെ ആരാധന വഴി സ്വർഗപ്രാപ്തിയും ശത്രുജയവുമാണ് ഫലമായിട്ട് പറഞ്ഞിരിക്കുന്നത്. 9-ാം ദിവസത്തിൽ സുഭദ്ര എന്ന ദേവിയായിട്ടാണ് കന്യാകുമാരെ പൂജിക്കുന്നത് എന്നാണ് നമ്മുടെ വിശ്വാസം. അതിനായിട്ട് 10 വയസ്സുള്ള പെൺകുട്ടികളെ അണിയിച്ചൊരുക്കി സുഭദ്രയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് സുഭദ്രാദേവിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പൂജ ചെയ്യുകയാണ് പതിവ്. ഇപ്രകാരം 9-ാം ദിവസത്തിൽ സുഭദ്രാദേവിയായിട്ട് സങ്കല്പിച്ചുള്ള പൂജ കൊണ്ട് സർവാഭീഷ്ട സിദ്ധിയാണ് ഫലമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓരോ ദിവസത്തിലും ദേവിയുടെ ആരാധനാ രീതിയും ഓരോ ദിവസത്തിലും ഏതേത് ദേവതകളെയാണ് കന്യകാ പൂജാ സമ്പ്രദായത്തിൽ ആരാധിക്കുന്നത് എന്നുമുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. സുമംഗലി പൂജ സുമംഗലികളായിട്ടുള്ള സ്ത്രീകളെ ദേവിയായിട്ട് സങ്കല്പിച്ച് അണിയിച്ചുരുക്കി ദേവിയായിട്ട് പൂജ ചെയ്യുന്നതിനെയാണ് പറയുന്നത്. ഇതിനായിട്ട് വിവാഹിതകളായിട്ടുള്ള സ്ത്രീകളെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഓരോ ദിവസവും ഓരോ പ്രത്യേക ദേവീ സങ്കല്പത്തിലാണ് അവരെ പൂജിക്കുന്നത്. എല്ലാ സ്ത്രീകളും ദേവിയുടെ പ്രതിരൂപങ്ങൾ തന്നെയാണ് എന്നാണ് നമ്മളുടെ ഭാരതീയമായിട്ടുള്ള വിശ്വാസം.
സുമംഗലി പൂജ സാധാരണയായിട്ട് മറ്റു സമയങ്ങളിലുമൊക്കെ നടത്തുന്നുണ്ട് എങ്കിൽ പോലും നവരാത്രി കാലത്ത് സുമംഗലി പൂജ നടത്തുമ്പോൾ 12 ഇരട്ടി ഫലം ലഭിക്കും എന്നാണ് നമ്മളുടെ ഭാരതീയ വിശ്വാസം. നവരാത്രി കാലത്തല്ലാതെ പൗർണമി തുടങ്ങുന്ന ദിവസങ്ങളിലൊക്കെ തുടങ്ങിക്കൊണ്ട് സുമംഗലി പൂജ ചെയ്യുന്ന സ്ഥലങ്ങളുമുണ്ട്. മകം, കാർത്തിക, ഭരണി എന്നീ നക്ഷത്രങ്ങളും വെള്ളി, ചൊവ്വ എന്നീ ആഴ്ച ദിവസങ്ങളും പഞ്ചമി, നവമി എന്നീ തിഥികളും ഒക്കെ സുമംഗലി പൂജയ്ക്ക് ഉത്തമ ദിവസങ്ങളായിട്ട് കരുതപ്പെടുന്നു. സുമംഗലി പൂജ ചെയ്യുന്നത് വ്രതനിഷ്ഠയോടുകൂടിയാണ്. വ്രതത്തിൽ പൂജ ചെയ്യുന്ന ആളും പൂജയിൽ പങ്കെടുക്കുന്നവരും പൂജിക്കപ്പെടുന്ന സ്ത്രീയും ഒക്കെ വ്രതനിഷ്ഠയോടുകൂടിയാണ് നവരാത്രി കാലത്ത് പൂജയിൽ പങ്കെടുക്കുന്നത്. വിവാഹിതകളായിട്ടുള്ള സ്ത്രീകളെ അതിനായിട്ട് തെരഞ്ഞെടുത്തുകൊണ്ട് 7, 9, 11 എന്നീ ദിവസങ്ങളൊക്കെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ പൂജ നടത്തപ്പെടുന്നത്. നവരാത്രി കാലത്ത് അത് 9 ദിവസത്തെ പൂജയായിട്ടാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. ഇപ്രകാരം തെരഞ്ഞെടുത്ത് പൂജയ്ക്ക് വിധേയമാക്കപ്പെടുന്ന പെൺകുട്ടി അഥവാ സ്ത്രീക്ക് നിത്യോപയോഗത്തിന് വേണ്ട സാധന സാമഗ്രികളെല്ലാം ആ നാട്ടിലെ ഭക്തജനങ്ങളുടെ വകയായിട്ട് വാങ്ങി നൽകുന്ന ഒരു പതിവും ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ദേവിയായിട്ട് സങ്കല്പിച്ചവരെ പൂജിച്ച് അവർക്ക് വേണ്ട സാധനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അവരുടെ പാദ നമസ്കാരം ചെയ്ത് അനുഗ്രഹം വാങ്ങുന്ന വളരെ വിശേഷപ്പെട്ട ഭക്തി നിറഞ്ഞ ഒരു ചടങ്ങാണ് സുമംഗലി പൂജ. ഇപ്രകാരം പൂജ നടത്തി അവർക്ക് ദക്ഷിണയും കൊടുത്ത് അനുഗ്രഹവും വാങ്ങിയതിനു ശേഷം വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയും നൽകി അവരെ തൃപ്തിപ്പെടുത്തി യാത്രയാക്കുന്നതാണ് പൂജയുടെ സമാപനം. നവരാത്രി ആസുരിക ശക്തിമേൽ സ്ത്രീ ശക്തിയുടെ വിജയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്രകാരം എല്ലാ സ്ത്രീകളും ദേവിയുടെ പ്രതിരൂപങ്ങളായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത്. മാതൃഭാവത്തിൽ ദേവിയുടെ പ്രതിരൂപങ്ങളായിട്ട് സുമംഗലികളായിട്ടുള്ള സ്ത്രീകളെ പൂജിക്കുന്ന സുമംഗലി പൂജ ഭാരത സംസ്കാരത്തിന്റെ ഉദാത്തമായ മകുടോദാഹരണമാണ്. നവരാത്രി അതിബൃഹത്തായിട്ടുള്ള ഒരു സംസ്കാരമാണ്. കന്യകാ പൂജ ആചാര രീതിയിൽ പറഞ്ഞ പ്രകാരം തന്നെ അതായത് അതേ ദേവീ സങ്കല്പത്തിൽ തന്നെയാണ് ഓരോ ദിവസം സുമംഗലി പൂജ നടത്തുന്നത്. അതായത് 1-ാം ദിവസം ദേവിയെ കുമാരി സങ്കല്പത്തിലും 2-ാം ദിവസം ദേവിയെ ത്രിമൂർത്തി സങ്കല്പത്തിലും 3-ാം ദിവസം ദേവിയെ കല്യാണി സങ്കല്പത്തിലുമാണ് പൂജിക്കുന്നത്. 4-ാം ദിവസം രോഹിണി സങ്കല്പത്തിലും 5-ാം ദിവസം കാളികാ സങ്കല്പത്തിലും 6-ാം ദിവസം ചണ്ഡികാ സങ്കല്പത്തിലുമാണ് ദേവിയെ പൂജിക്കുന്നത്. 7-ാം ദിവസം ദേവിയെ ശാംഭവി സങ്കല്പത്തിലും 8-ാം ദിവസം ദേവിയെ ദുർഗാ സങ്കല്പത്തിലും 9-ാം ദിവസത്തിൽ ദേവിയെ സുഭദ്ര സങ്കല്പത്തിലുമാണ് പൂജിക്കുന്നത്. നമുക്ക് ബൊമ്മക്കലു ആരാധനാ രീതി എപ്രകാരമാണ് എന്നുള്ള വിഷയത്തിലേക്ക് കടക്കാം. തമിഴ്നാടിന്റെ ആരാധനാ രീതിയായിട്ടാണ് ബൊമ്മക്കലു ആരാധനാ രീതിയെ പറയുന്നത്. എന്നാൽ ഇത് കേരളത്തിലും ഇപ്പോൾ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ആരാധനാ സമ്പ്രദായമായി മാറിയിരിക്കുകയാണ്. ക്ഷേത്രത്തിലും വീടുകളിലുമൊക്കെ ഐശ്വര്യത്തിന്റെ പ്രതീകങ്ങളായിട്ടുള്ള ബൊമ്മക്കലുവിനെ ഭക്തിയോടുകൂടി നവരാത്രി കാലങ്ങളിൽ ഒരുക്കി വയ്ക്കുന്ന സമ്പ്രദായത്തെയാണ് ബൊമ്മക്കലു ആരാധനാ രീതി എന്ന് പറയുന്നത്. ബൊമ്മക്കലു എന്നാൽ ദേവീദേവന്മാരുടെ ചെറിയ ചെറിയ രൂപങ്ങൾ കളിമണ്ണിൽ തീർത്ത് ഒരുക്കുന്നതാണ്. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ പ്രതീകമായിട്ടാണ് ബൊമ്മക്കലു വെച്ച് ആരാധിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇത് കന്നിമാസത്തിലെ കർത്തവാവ് മുതൽ വിജയദശമി വരെയുള്ള ദിവസങ്ങളിലാണ് ബൊമ്മക്കലു ഒരുക്കി വെച്ചുകൊണ്ട് ആരാധിക്കുന്നത്. പ്രധാനമായിട്ട് മഹാലക്ഷ്മി, സരസ്വതി, ദുർഗ എന്നീ ദേവതകളുടെയും മറ്റു ദേവന്മാരുടെയും ഒക്കെ പ്രതിമകൾ ഒരുക്കി വെച്ചുകൊണ്ട് ആരാധിക്കുന്ന രീതിയാണ് ബൊമ്മക്കലു ആരാധനാ രീതി. ധനത്തിന്റെയും വിദ്യയുടെയും ദുഷ്ടനിഗ്രഹത്തിന്റെയും ഒക്കെ പ്രതീകങ്ങളായിട്ടാണ് ഈ 3 ദേവതകളെ കണക്കാക്കപ്പെടുന്നത്. അതായത് ഒരു മനുഷ്യന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ ദേവതാ സങ്കല്പത്തിൽ ഉണ്ടെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. 9 തട്ടുകളായിട്ടാണ് ബൊമ്മക്കലു സാധാരണയായിട്ട് ഒരുക്കി വെക്കാറുള്ളത്. മഹിഷാസുര വധത്തിന് മുന്നോടിയായിട്ടുള്ള ദേവിയുടെ സഭയെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ ബൊമ്മക്കലു വെക്കുന്നതിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. തട്ടുകളായിട്ട് ബൊമ്മക്കലു ഒരുക്കി വെച്ചതിന് ശേഷം ലളിത സഹസ്രനാമവും ദുർഗാമന്ത്രങ്ങളും ഓരോ ദിവസവും പ്രത്യേകമായിട്ട് ജപിക്കേണ്ടതായിട്ടുള്ള അതാത് ദേവീദേവന്മാരുടെ മന്ത്രങ്ങളും ഒക്കെ ജപിക്കുന്ന രീതിയാണ് ബൊമ്മക്കലു ആരാധനാ രീതി. ബൊമ്മക്കലുകളെല്ലാം കൂടി ഒരുക്കി വെച്ചതിന് ശേഷം അതിന്റെ ഒത്ത നടുക്കായിട്ട് ദേവിയുടെ രൂപത്തെ പ്രധാനമായിട്ട് പ്രത്യേകമായിട്ട് ഒരുക്കി വെക്കുന്നുണ്ട്. ഇപ്രകാരം ദേവിയുടെ ബൊമ്മ അഥവാ പ്രതിമ സ്ഥാപിക്കുന്നത്, പ്രതിഷ്ഠിക്കുന്നത് ഒരു പ്രത്യേക ചടങ്ങായിട്ട് തന്നെ നവരാത്രി കാലത്തുണ്ട്. ദേവിയുടെ 9 രൂപങ്ങളെയാണ് നവരാത്രി കാലത്ത് 9 ദിവസങ്ങളിലായിട്ട് നാം ഉപാസിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇപ്രകാരം ബൊമ്മക്കലു ആരാധനാ വേളയില് നവരാത്രി വേളയിൽ ബൊമ്മക്കലു പൂജയ്ക്കൊപ്പം 10 ദിവസം
10 വയസ്സിൽ താഴെയുള്ള ബാലികമാരെ കണ്ടെത്തിക്കൊണ്ട് അവരെ പൂജിക്കുന്ന ഏർപ്പാട് ബൊമ്മക്കുലു പൂജാ സമ്പ്രദായത്തിലുണ്ട്. അതായത് ബാലപൂജാ സംവിധാനം, കന്യാപൂജാ സംവിധാനത്തെ കുറിച്ച് പിന്നീട് ഒരു വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരം തെരഞ്ഞെടുക്കപ്പെടുന്ന ബാലികമാരിൽ ദേവിയെ സങ്കല്പിച്ചുകൊണ്ടാണ് പൂജ ചെയ്യുന്നത്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് അതിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ബാലികമാരല്ലാത്ത കന്യകൾക്കും സുമംഗലികൾക്കും ഇതേപോലെ തന്നെ ഇതേ സമ്പ്രദായത്തിൽ തന്നെ പൂജ ചെയ്യുന്ന സ്ഥലങ്ങളുമുണ്ട്. ഇപ്രകാരം പൂജ ചെയ്യുമ്പോൾ ഉടയാടകളും ആഭരണങ്ങളും പുഷ്പങ്ങളും ഒക്കെ കൊണ്ടാണ് ഇവരെ പൂജിക്കുന്നത്. സുമംഗലികളായിട്ടുള്ള സ്ത്രീകളെ പൂജിക്കുമ്പോൾ വെറ്റില, പാക്ക്, അടയ്ക്ക, പൂവ്, പ്രസാദം, ദക്ഷിണ, മഞ്ഞൾ, കുങ്കുമം എന്നിവ താലത്തിൽ വെച്ച് സമർപ്പണമായിട്ട് ഈ കന്യകൾക്ക് നടത്തുന്ന അല്ലെങ്കിൽ സുമംഗലികൾക്ക് നടത്തുന്ന രീതിയുമുണ്ട്. ഇതിനെ നവരാത്രി ദിനത്തിലെ താമ്പൂല സമർപ്പണ ചടങ്ങ് എന്ന് പറയുന്നു. ദേവിയുടെ പ്രതിമകൾ, അതായത് ബൊമ്മക്കുലു സമ്പ്രദായത്തിൽ ആരാധിക്കുമ്പോൾ അതിന് കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ആദ്യത്തെ 3 ദിവസം ദുർഗാ ഭഗവതിയായിട്ടും പിന്നീടുള്ള 3 ദിവസങ്ങളിൽ ലക്ഷ്മി ദേവിയായിട്ടും അതിനുശേഷം 3 ദിവസങ്ങളിൽ സരസ്വതി ദേവിയായിട്ടും സങ്കല്പിച്ചുകൊണ്ടാണ് ബൊമ്മക്കുലു പൂജ നടത്തുന്നത്. മഹിഷാസുരൻ, ചണ്ഡാസുരൻ, മുണ്ടാസുരൻ, ശുംഭനിശുംഭന്മാർ, രക്തബീജൻ, ധൂമ്രലോചനൻ എന്നീ അസുരന്മാരുടെ നിഗ്രഹത്തിനായിട്ട് ദേവി അവതാരമെടുത്തതും വിജയിച്ചതുമാണ് നവരാത്രി പൂജയുടെ ആഘോഷത്തിന്റെ പ്രത്യേകത. ഇതിനായിട്ട് ദുർഗാ ഭഗവതി അവതാരമെടുത്ത ദിവസമാണ് ദുർഗാഷ്ടമി ദിവസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദേവി മഹിഷാസുരനെ നിഗ്രഹിച്ച ദിവസത്തെ വിജയദശമി ദിവസമായിട്ട് അറിയപ്പെടുന്നു. ബൊമ്മക്കുലു പൂജയ്ക്കായിട്ട് ഓരോ ദിവസവും പ്രത്യേക തരത്തിലുള്ള മധുര പലഹാരങ്ങളെ തയ്യാറാക്കാറുണ്ട്. ആ മധുര പലഹാരങ്ങൾ നിവേദിച്ചുകൊണ്ടാണ് ഓരോ വീടുകളിലും ഒക്കെ പൂജ നടത്തുന്നത്. കടല, പയർ, ചെറുപയർ എന്നീ ധാന്യങ്ങളെ കൊണ്ടാണ് ഇത്തരത്തിൽ വിശേഷമായിട്ടുള്ള മധുര പലഹാരങ്ങൾ തയ്യാറാക്കിയിരുന്നത്. ലക്ഷ്മി, സരസ്വതി, ദുർഗ എന്നീ വ്യത്യസ്ത രീതിയിലുള്ള, വ്യത്യസ്ത തലങ്ങളിലുള്ള, വ്യത്യസ്ത സ്വഭാവങ്ങളിലുള്ള ദേവിമാരെ ആരാധിക്കുന്നതിലൂടെ 3 തരത്തിലുള്ള ശക്തികളാണ് നമുക്ക് ലഭിക്കുക എന്നാണ് വിശ്വാസം. അതിന്റെ പ്രത്യേകതയായിട്ടാണ് നവരാത്രി ദിനത്തിലെ ആരാധനാക്രമം. അതായത് ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നീ 3 തരത്തിലുള്ള ശക്തികൾ നമുക്ക് ലഭ്യമാകുന്നു. എല്ലാവരിലേക്കും നവരാത്രിയുടെ പ്രാധാന്യവും നവരാത്രിയുടെ ആചരണ രീതികളും എല്ലാം എത്തിച്ചേരണമെന്ന് ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത്. എല്ലാവർക്കും ഗുണപ്രദമാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.